ഞാൻ അവരുടെ ഡ്രൈവറാണ്. ഞാൻ അക്കൗണ്ടന്റാ, ശങ്കരക്കുറുപ്പ്. ഇന്നത്തെ കല്യാണം കഴിഞ്ഞാണ്. കല്യാണം 14-ാം തീയതി പറഞ്ഞേ. ഇന്ന് തീയതി 18 ആയില്ലേ? അപ്പൊ കഴിഞ്ഞു കാണും. എന്നാ കഴിഞ്ഞു. ഹസ്ബൻഡ് നമ്മൾ കോളത്തിലാ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒപ്പിട്ടിരിക്കുന്നത്. എനിക്കൊന്ന് ചിന്തിക്കാൻ ചന്ദ്രകുഞ്ഞിന്റെ കാര്യം അല്ല ഒന്നും പറയാറായിട്ടില്ല. കൈയും കാലും ഒക്കെ തളർന്നിരിക്കുക. എന്റെ ഭഗവതി, കോടിക്കണക്കിന് സ്വത്തിന്റെ ഒരേ ഒരു അവകാശിയാണ്. അത് നേരത്തെ ആലോചിക്കണമായിരുന്നു. കോട്ടപ്പുറത്ത് കോവിലെ വെച്ച് സുഖമായിട്ട് കഴിഞ്ഞ ആ കുടുംബത്തിലെ ഒരേ ഒരു അവകാശി അത് എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞേക്ക്? സാറേ, വർമ്മസാറിന്റെ ബിസിനസ് മുഴുവനും മോളെ ഏൽപ്പിക്കണമെന്നായിരുന്നു. ഇവിടെയല്ലേ എന്റെ ഓഫീസ്. ഇവിടെയാണെങ്കിൽ വലിയൊരു ഗസ്റ്റ് ഹൗസ് ഒഴിഞ്ഞു വെക്കാൻ അവിടെ താമസിച്ചുകൊണ്ട് ബിസിനസ് പഠിക്കട്ടെ അവർ തീരുമാനിച്ചു. മാനേജിംഗ് ഡയറക്ടറായിട്ട് ഇങ്ങോട്ട് അയച്ചു. ഇവിടെ വന്ന് ഈ നസ്രാണി ചെക്കനെ അങ്ങ് പ്രേമിച്ചു. കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ വർമ്മ സാറും കുടുംബവും നാക്കശിരാതെ എതിർത്തു. ചന്ദ്രക്കുഞ്ഞ് അവനെ കിട്ടിയാൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല എന്ന് വരെ മുതലാളി പറഞ്ഞു. പിന്നെ എന്തിനാ എല്ലാരും കൂടി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയിരുന്നത്? തലയിൽ വെച്ചാൽ പേനരിക്കും, താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും. അങ്ങനെയല്ലേ ഞങ്ങൾ ആ കുഞ്ഞിനെ വളർത്തിയത്. ഇങ്ങനെ കിടക്കുന്നു കേട്ടാൽ എങ്ങനെയാ ഉള്ളു പടയ്ക്കാണ്ടിരിക്കുക? സാറിന്റെ കാര്യം പേടിക്കാനൊന്നുമില്ല. ഷോക്കും കുറ്റബോധവും ഒക്കെ കൂടെ ആയപ്പോ വീണുപോയതാ. പ്രഷർ വളരെ കൂടുതലാണ്. 1-2 ദിവസം കൊണ്ട് നോർമലാകും. അതുവരെ വളരെ സൂക്ഷിക്കണം. മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ നിങ്ങൾ വേണം നോക്കാൻ. എവിടെയായിരുന്നു ഞാൻ രാത്രി മുഴുവൻ? ഇന്നലെ രാത്രി പാല് കത്തൊരു ശവത്തിനെ നാട്ടുകാരെല്ലാം എന്നെ മണിയോട് വെച്ചതില്ലേ? അവളെ താങ്ങി പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു. അവിടെ കുറെ പണ്ടാളുകൾ എന്നെ പിടിച്ചു വലിച്ച് ആശുപത്രിയിലോട്ട് കയറ്റി. എന്നിട്ട് ഏതാണ്ട് ചവറ് പേപ്പറിലേക്ക് ഒപ്പിടാൻ പറഞ്ഞു. ആ വെപ്രാളത്തിന് ഞാൻ അവര് പറയുന്നതൊക്കെ ഒപ്പിട്ടു. അതോടെ ഞാൻ അവളുടെ നായരുമായി. എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് എന്നിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചപ്പോൾ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂട് അന്വേഷിച്ചോണ്ട് കുറെ പോലീസുകാരായിട്ട് അവിടെ കളഞ്ഞു നടക്കുന്നു. ഇനി അയാളുടെ കണ്ണിൽ പെട്ടിട്ട് പുലിവാലാക്കേണ്ടത് കരുതി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടി കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ ഇരിക്കുക. നേരം എടുത്തപ്പോ അവളുടെ തന്നെ കുറെ ആൾക്കാർ ഒരു പട പോലെ അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് വന്നു. ആ തന്റെ എന്നെ കണ്ടത് അരച്ചു എന്റെ കാലിലോട്ട് പിന്നെ അവിടെ തലയും കൊണ്ട് താഴോട്ടു. വെട്ടിയിട്ടവൻ ഒരു സൈഡിലെ പെണ്ണും അവസാനത്തെ വലിയ വലിച്ചോണ്ട് തന്റെ അപ്പുറത്തും. ആ തക്കത്ത് ഞാൻ പെട്ടിയെടുത്തോണ്ടെങ്കിൽ ചാടി. അവൾ ഏതാണ്ട് കോടീശ്വരന്റെ മകളാണെന്ന് പറഞ്ഞ നീ ആ പെട്ടി നോക്കുക. അതിനകത്ത് എത്ര വേണമെന്നൊന്നും എനിക്കറിയാം. ചെറുതാണെങ്കിലും വിലയുള്ള പെട്ടിയാ. അകത്ത് കാര്യമായിട്ടൊന്നും